സ്വാമിയേ മകരസംക്രമ ദീപം കാണാനൊരുങ്ങുന്ന മനസ്സുകൾക്ക്, മണികണ്ഠ മഹിമയിൽ അലിയാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾക്ക് ശരണവഴിയിലേക്ക് സ്വാഗതം. ഓരോ ശബരിമല തീർത്ഥാടനവും പൂർത്തിയാകുന്നത് അനേക ലക്ഷം മനസ്സുകളിൽ ആത്മീയ നിർവൃത്തിയുടെ നിരവധി നിറദീപങ്ങൾ തെളിച്ചുകൊണ്ടാണ്. മകരജ്യോതി ദർശനവും തുടർനാളുകളിൽ മകരോത്സവവും പൂർത്തിയാകുന്നതോടെ ഏറ്റവും ഭക്തജന തിരക്കേറിയ ശബരിമല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകുമ്പോൾ അയ്യപ്പന്റെ സന്നിധാനം അവർണ്ണനീയമായ ആധ്യാത്മിക പ്രഭയിൽ അലിയുന്നു. ഭഗവാനും ഭക്തനും ഒന്നാണെന്ന തത്വമസി പൊരുൾ ശബരിമല സന്നിധാനത്തും സാധക ഹൃദയത്തിലും തങ്കലിപികളിൽ തിളങ്ങുന്നു. മണ്ഡലകാലാരംഭം മുതൽ മകരവിളക്ക് വരെ മലയാളക്കരയിൽ മാത്രമല്ല ദേശവിദേശങ്ങളിലാകെയുള്ള അയ്യപ്പ ഭക്തരുടെ ഹൃദയങ്ങളിൽ ദിവ്യാനുഭൂതികൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ശബരിമല തീർത്ഥാടന കാലവും പൂർത്തിയാകുന്നത്. മകരസംക്രമ സമയം അതിശുഭകരമായ ധന്യവേളയാണ്. ശബരീശന്റെ സന്നിധാനം മകരസംക്രമവേളയിൽ ഭക്തിവിശ്വാസങ്ങളുടെയും ശരണമന്ത്ര ഘോഷങ്ങളുടെയും പുതിയൊരനുഭവം പകരുന്നു. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ദീപാരാധനാവേളയിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിക്കുവാൻ ഭക്തലക്ഷങ്ങൾ അയ്യപ്പ സന്നിധിയിൽ അണിനിരക്കുന്നു. ഒരു തീർത്ഥാടന കാലഘട്ടത്തിന്റെ മുഴുവൻ ആത്മീയ ചൈതന്യവും ആവാഹിക്കപ്പെടുന്ന അപൂർവ സുന്ദരവേള. ഒരുപാടധികം മനസ്സുകൾ ഒരേ ബിന്ദുവിലേക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഒരേ പ്രാർത്ഥനയോടെ കേന്ദ്രീകരിക്കപ്പെടുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്നും ആഘോഷപൂർവ്വം ശബരിമലയിലെത്തുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിയ അയ്യപ്പ വിഗ്രഹം മകരസംക്രമ സുദിനത്തിൽ കണ്ടു തൊഴുവാനാകുന്നത് ജന്മസൗഭാഗ്യമാണ്. പന്തളത്തു നിന്നും വിവിധ വഴികളിലൂടെ സഞ്ചരിച്ച് ഭക്തസഹസ്രങ്ങളുടെ ആദരവേറ്റുവാങ്ങി ശബരിമലയിലെത്തുന്ന തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ദീപാരാധനാ സമയത്ത് കണ്ടു തൊഴുന്നത് അത്യന്തം പുണ്യകരമാണ്. ശബരിഗിരീശന്റെ സന്നിധാനം അപ്പോൾ ഭക്തജനസാഗരമാകുന്നു. തിരുനടയിലാകെ ശരണഘോഷം അലയടിക്കുന്നു. മണിനാദവും വെടിയൊച്ചയും മുഴങ്ങിക്കേൾക്കുന്നു. സർവാഭരണ വിഭൂഷിതനായ സ്വാമിയുടെ വിഗ്രഹം കണ്ടു തൊഴുന്ന ഭക്തർ മറ്റെല്ലാം മറന്ന് അയ്യപ്പ പൂജയിൽ സ്വയം സമർപ്പിക്കുന്നു. മകരസംക്രമ ശുഭവേളയിൽ ശബരിഗിരീശന്റെ സന്നിധാനം ഭക്തിവിശ്വാസങ്ങളുടെ അഭൗമ സൗന്ദര്യത്തിൽ അലിയുന്നു. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദിവ്യജ്യോതിസ് ഭക്തരുടെ ഹൃദയാകാശത്തിലും ജ്വലിക്കുന്നു.
ധർമ്മശാസ്താവിന്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ മകരനക്ഷത്രം ഉദിക്കുന്ന സമയത്താണ് മലമുകളിൽ 3 തവണ ജ്യോതി തെളിയുന്നത്. എത്ര ചൊല്ലിയാലും മതിവരാത്ത നാമവർണ്ണനകളോടെ, എത്ര കേട്ടാലും മതിവരാത്ത ശരണഘോഷത്തോടെ ഭക്തലക്ഷങ്ങൾ അയ്യപ്പ ദർശനത്തിന്റെ ആനന്ദാനുഭൂതി നേടുന്നു. മകരസംക്രമസന്ധിയിൽ അമ്പലപ്പുഴയിലെയും ആലങ്ങാട്ടെയും പടയാളികളുടെ പിൻഗാമികൾ പേട്ടതുള്ളിയും ശരണം മുഴക്കിയും ശബരിമല സന്നിധാനത്തെത്തുന്നു. പന്തളത്തു നിന്നും കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ മകരവിളക്കിന്റെ തുടർ ദിവസങ്ങളിലും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നു. മകരോത്സവം പൂർത്തിയായ ശേഷമാണ് ഈ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ സംഘത്തെ തിരിച്ചേൽപ്പിക്കുന്നത്. മകരോത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തും വിളക്കെഴുന്നള്ളിപ്പും ഗുരുതിയും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുന്നു. പ്രശാന്തസുന്ദരമായ പൂങ്കാവനത്തിലെ പുണ്യപ്രദായകമായ ശബരിഗിരീശന്റെ പൊന്നമ്പലം അനേക വർഷങ്ങളായി അത്ഭുത പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഭക്തമനസ്സുകൾക്ക് അഭയവും അനുഗ്രഹവും ഏകുന്നു. ഓരോ തവണ ദർശനം പൂർത്തിയാക്കി പോകുമ്പോഴും വീണ്ടും ഇവിടെ വരണമെന്ന ചിന്ത ഓരോ മനസ്സിലും എഴുതി ചേർക്കുന്നിടത്താണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ധന്യത. മലയാളി മണ്ണിൽ മഹിമകളോടെ വിളങ്ങുന്ന ശബരിമലയെന്ന ശാന്തി നികേതനം സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹങ്ങൾ തേടിയണയുന്ന ഭക്തകോടികൾക്ക് എത്ര തൊഴുതാലും മതിവരാത്ത നിത്യനിർമ്മല മോക്ഷസ്ഥാനമാണ്. നിറമനസ്സോടെ ഭക്തമനസ്സുകൾ ഈ സന്നിധിയിൽ മന്ത്രിക്കുന്നു. അഖിലർക്കും ആശ്രയം നീയാണയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.